ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടണിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ ക്യാമ്പ്രിക് കോട്ടൺ ആണ്. 119 rupees പെർ മീറ്റർ, 44 inch വിഡ്ത്തിലാണ്. നല്ല ഭംഗിയുള്ള, നമുക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ കുറച്ച് കളേഴ്സ് ആണ്. 3 കളേഴ്സ് ആണ്. 2 പ്രിന്റ് ആണ് കേട്ടോ. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇന്ന് കാണുന്നതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം 2 ഡിസൈൻ വരുന്നുണ്ട്. അതിനകത്തൊരു ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ആണ്. ഈ അക്വാ ഗ്രീൻ, എന്താ പറയാ, സീ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. പക്ഷെ ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രിന്റ് ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നല്ലോ, ഇങ്ങനെ സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത്. അങ്ങനെ കുറച്ച് വീതിയിൽ ഗ്യാപ്പിലാണ് ഓരോ പ്രിന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പ്രിന്റ് വരുന്നത്. അതിനകത്ത് പോകുന്നത് ഒരു തണ്ടിനകത്ത് 2 ഇല പോലെ ഇങ്ങനെ പടർന്നു കയറുന്ന പോലെയാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത്. പീച്ച് കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്തേക്ക് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും കളറും എല്ലാം കൂടെയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 119 rupees പെർ മീറ്റർ ആണ് കേട്ടോ. ഈ ഒരു കളറിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് ഇല്ല, ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വൺ പീച്ച് ആണ്. ഈ പീച്ചിനകത്ത് നമ്മൾ ആദ്യം കാണുന്നത് ബൂട്ട പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. ജയ്പൂർ കോട്ടൺ ആണ്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. ഈ ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റുകളെല്ലാം തന്നെ നമുക്ക് ജയ്പൂർ കോട്ടണിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ബൂട്ട പോലത്തെ ഓരോ പ്രിന്റുകളാണ് പോകുന്നത്. പീച്ച് കളറാണ് ഇതിനകത്ത്. ഈ ഒരു ഡിസൈൻ ആണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കളറിൽ ഇല്ലാതെ പോയത്. ഇനി നമ്മൾ കാണുന്നത് പീച്ച് കളറിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്ന, ആദ്യം കണ്ട ആ ഒരു ബ്ലൂവിനകത്ത് കണ്ട സെയിം പ്രിന്റ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ലൈൻ പോലെ പോകുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സെയിം പ്രിന്റ് ആണ്. ഇത് എങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്, താഴോട്ട് പോകുന്ന പോലെ. ഇതിനകത്ത് ആ ഒരു എന്താ പറയുന്ന, പീച്ചിനകത്തേക്ക് ഡാർക്ക് പീച്ചിലുള്ള ഒരു ലീവ്സും അതുപോലെ ഗ്രേ കളറിലുള്ള ലീവ്സും ആണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. 119 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെമൺ യെല്ലോ എന്ന് പറയുന്ന ആ ഒരു കളറിലേക്ക് പോകുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ആ സെയിം ബൂട്ടയാണ് ഇതിനകത്ത് ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വാങ്ങിച്ചു കഴിഞ്ഞാൽ കൈ കെട്ടി കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്ന 3 കളേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഇതിനകത്തുള്ള ഒരു ബ്ലൂ കളറിലുള്ള പ്രിന്റും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന പോലത്തെ പ്രിന്റുകളാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നതും ആദ്യം കാണുന്ന ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ലെമൺ യെല്ലോ കളറിലേക്കാണ്. ഇത് ഇങ്ങനെയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് വരുന്നത്. നമ്മൾ 2 ഡിസൈൻ കണ്ടല്ലോ. അപ്പൊ ആദ്യം കണ്ട ബൂട്ടയും ഇതും കൂടെ ടോപ്പും ബോട്ടവും ആയിട്ട് നമുക്ക് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കുർത്തിയൊക്കെ, ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ടത് പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ക്യാമ്പ്രിക് കോട്ടൺ ആണ്. ത്രെഡ് കൗണ്ട് പറയുകയാണെങ്കിൽ 60s by 60s ആണ് ഇതിന്റെ ത്രെഡ് കൗണ്ട്. സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ തന്നെയാണ്. ക്യാമ്പ്രിക് ആയതുകൊണ്ട് ആ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഫസ്റ്റ് വാഷിന് മുമ്പ്, പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്താൽ കളർ സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.